അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റോക്കറ്റ് സ്റ്റവ്. ഏകദേശം 1,900 രൂപയിലധികം നമ്മുടെ ഒരു കൊമേഴ്സ്യൽ ഗ്യാസ് കുറ്റിക്ക് ഇപ്പോൾ നിലവിൽ വില ഉണ്ട്. അപ്പോൾ 1,900 രൂപ നമ്മൾ കൊടുത്തിട്ടാണ് ഒരു ഗ്യാസ് നമ്മൾ സിലിണ്ടർ വാങ്ങിക്കുന്നത്. വെറും 250-300 രൂപയുടെ വിറകുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ പറ്റും. ഈ അടുപ്പ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 300 രൂപയുടെ വിറകെ നമുക്ക് ചിലവ് വരുള്ളൂ. വിറക് കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പുക ഉണ്ടാവുന്ന എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും. ഒരിക്കലും ഇല്ല, നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന അതേപോലെ തന്നെയാണ് വിറകിന് കത്തിക്കുന്ന അടുപ്പ് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും, അതേപോലെ തന്നെ പുക ഉണ്ടാവില്ല. നമുക്ക് സ്ഥാപനത്തിന്റെ അകത്തും വെച്ച് കത്തിക്കാൻ പറ്റും, പുറത്തൊക്കെ വെച്ച് കത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, അതേപോലെ തന്നെ മറ്റുള്ള ചെറിയ തട്ടുകടകൾ, വലിയ അടുപ്പ് ഉപയോഗിക്കുന്ന ഏത് സ്ഥാപനമാണെങ്കിലും 1,900 മുകളിൽ ഗ്യാസിന് നമ്മൾ കൊടുക്കുന്നത് വെറും 300 രൂപയുടെ വിറകുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തിക്കാൻ പറ്റും. നമ്മുടെ ഈ സ്റ്റൗവും അതേപോലെ തന്നെ ഗ്യാസിന്റെ സ്റ്റൗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് അവർക്ക് ഒരു സ്ഥാപനത്തിന്, ഒരു ഹോട്ടലുകാർക്ക് നമ്മുടെ സ്റ്റൗ എടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രയോജനം ഉള്ളത്? ഇപ്പോ ഹോട്ടലുകാർ എന്തുകൊണ്ടാണ് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്നത്? ആവശ്യത്തിന് തീ കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, പുകയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാം. പെട്ടെന്ന് സാധനങ്ങളായി. സാധാരണ വിറകടുപ്പാണെങ്കിൽ പുകയുണ്ടാവും. ഈ നമ്മുടെ അടുപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ അടുപ്പിൽ തന്നെ ആവശ്യത്തിന് തീ, വിറകടുപ്പിൽ തന്നെ ആവശ്യത്തിന് തീ കൂട്ടാനും കുറയ്ക്കാനും പറ്റും, പുകയുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് അകത്തും വെക്കാം, പുറത്തും വെക്കാം. അപ്പോ ഇതില് ഒന്നും കൂടി കൂടുതലുണ്ട്. ഇതില് രുചി കൂടുതലാവും. ഗ്യാസിലുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാളും വിറകിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ വിറകടുപ്പിലുണ്ട്. ഗ്യാസിനെ